നമസ്കാരം. ഗുജറാത്തിൽ കൂട്ടത്തോടെ ആം ആദ്മി പാർട്ടിയുടെയും കോൺഗ്രസിന്റെയും MLA-മാർ BJP-യിലേക്ക് എത്തിയിരിക്കുന്നു എന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് ഈ മണിക്കൂറുകൾ പുറത്തു വരുന്നത്. ആം ആദ്മി പാർട്ടി മുൻ MLA ഭൂപേന്ദ്ര ബയാനിയും കോൺഗ്രസ് മുൻ MLA ചിരാഗ് പട്ടേലുമാണ് നിലവിൽ BJP-യിൽ അംഗത്വം എടുത്തിരിക്കുന്നത്. ഞായറാഴ്ച അഹമ്മദാബാദിലെ പാർട്ടി ആസ്ഥാനത്ത് വെച്ച് നടന്ന പരിപാടിയിലായിരുന്നു ഇരുവരുടെയും BJP പ്രവേശനം. BJP അധ്യക്ഷൻ CR പട്ടേലിന്റെ സാന്നിധ്യത്തിലായിരുന്നു ഇരുവരും പാർട്ടി അംഗത്വം സ്വീകരിച്ചത്. പരിപാടിയിൽ മറ്റ് BJP-യുടെ ഉന്നത നേതാക്കളും പങ്കെടുത്തിരുന്നു. CR പട്ടേൽ ഷാൾ അണിയിച്ചും പൂച്ചെണ്ട് നൽകിയുമാണ് ഇരുവരെയും BJP-യിലേക്ക് ക്ഷണിച്ചിരിക്കുന്നത്. BJP അംഗമായിരുന്ന ഭൂപാൽ ഭയാനി 2022 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്താണ് ചില തർക്കങ്ങളുടെ പേരിൽ ആം ആദ്മി പാർട്ടിയിലേക്ക് ചേക്കേറിയത്. എന്നാൽ കഴിഞ്ഞ വർഷം ഡിസംബറിൽ തന്നെ അദ്ദേഹം രാജിവെക്കുകയും ചെയ്തു. ഖംബാട്ടിൽ നിന്നുള്ള കോൺഗ്രസ് MLA ആയിരുന്നു ചിരാഗ് പട്ടേൽ എന്ന് പറയുന്നത്. നേതൃത്വവുമായുള്ള ഭിന്നതകളെ തുടർന്ന് കഴിഞ്ഞ വർഷം നവംബറിൽ അദ്ദേഹവും കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും രാജിവെച്ചിരുന്നു. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ചിരാഗ് പട്ടേലിന് BJP സീറ്റ് നൽകിയേക്കും എന്നുള്ള ശക്തമായ സൂചന കൂടി നിലനിൽക്കുന്നുണ്ട്. അയോധ്യയിൽ രാമക്ഷേത്രം എന്ന സ്വപ്നം BJP-യും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചേർന്ന് പൂർത്തീകരിച്ചിരിക്കുന്നു എന്ന ഒരു പരാമർശം കൂടി പട്ടേലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. എന്തായാലും രാഷ്ട്രം മുഴുവൻ അത് കണ്ടു. നരേന്ദ്രമോദി 3ാം തവണയും പ്രധാനമന്ത്രിയാകും. വരുന്ന തെരഞ്ഞെടുപ്പിൽ തങ്ങൾ 26 ലോക്സഭാ സീറ്റുകളിലും വിജയിച്ച് കയറും എന്നുകൂടി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പണ്ട് BJP-യിൽ നിന്നും പടിയിറങ്ങി പോയ ആളുകൾ തിരികെ എത്തി തുടങ്ങിയിരിക്കുന്നു. മാത്രമല്ല കോൺഗ്രസിന്റെ ആഭ്യന്തര തർക്കങ്ങളെ തുടർന്ന്, അധികാര വടംവലിയെ തുടർന്ന് പാർട്ടിയിൽ നിന്നും പടിയിറങ്ങി പോയവരും BJP പാളയത്തിലേക്ക് തന്നെയാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഗുജറാത്തിൽ വലിയ രാഷ്ട്രീയ മാറ്റങ്ങളൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഇനിയും കൂടുതൽ നേതാക്കൾ BJP-യിലേക്ക് വരും എന്ന് തന്നെയാണ് BJP-യുടെ സംസ്ഥാന നേതൃത്വം കണക്കുകൂട്ടുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.